ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. എന്നോട് ഇതുപോലെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ കാര്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ഭൂരിപക്ഷത്തോട് ജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ UDF കഴിഞ്ഞ വർഷത്തെക്കാൾ അവർ പിന്നോട്ട് പോകുന്ന സാഹചര്യമാണ്, രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്നിപ്പോൾ കേരളത്തിലുള്ളത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അസംബ്ലിയിൽ നിന്ന് മത്സരിച്ച് ജയിച്ച ശബരിനാഥനെ പോലുള്ള ആൾക്കാർ ഇതിൽ മത്സരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നുള്ളൊരു സ്നേഹപ്രകടനം നടത്തിയത് മാത്രമേ ഉള്ളൂ. ഇതിപ്പോ നിയമത്തായതുകൊണ്ട് മിനിസ്റ്റർക്ക് ബിജെപിക്കാരെ സ്നേഹിക്കണമെന്നാണ് ശബരിനാഥൻ പറയുന്നത്. ഞാൻ ഒരു ബിജെപിക്കാരെയും സ്നേഹിക്കാതെ തന്നെയാണ് ജയിച്ചിട്ടുള്ളത്. വോട്ടിംഗ് പാറ്റേൺ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ തോറ്റ അവസരം, രാജ്യവും ജയിച്ച അവസരം UDF കിട്ടിയത് വെറും 12,000 വോട്ടാണ്. ആരാണ് സ്നേഹിച്ചിട്ടുള്ളത്? മനസ്സിലാവൂലേ നിങ്ങൾക്ക്? ഇത് മറ്റൊരു പരിഹാസം എന്ന് പറയുന്നത് ASFും AYFും ഒക്കെ അങ്ങേയറ്റം ഗുരു പറഞ്ഞ് അങ്ങനെ ബോധം പോയി എന്നുള്ളതായിരുന്നു വി.ഡി. സതീശൻ ഇന്നലെ പറഞ്ഞത്. ASFും SFIയും തമ്മിലുള്ള വാക്കും തർക്കവും ബോളൊക്കെ ഞങ്ങൾ തീർത്തോളാം. പിന്നെ വി.ഡി. സതീശന്റെ അടുത്ത സുഹൃത്താണ്, അത് കുഴപ്പമില്ല. വി.ഡി. സതീശന്റെ ഒരു അഭിപ്രായ പ്രകടനം അങ്ങനെ കിടന്നോട്ടെ. വി.ഡി. സതീശൻ ഷാർപ്പാക്കുകയാണ്, അങ്ങനൊരു മയപ്പെടുത്തി മറുപടി കൊടുക്കുന്നത്. ഞാൻ വി.ഡി. സതീശൻ പറഞ്ഞ കാര്യങ്ങൾക്ക് അതേ നിലയിൽ മറുപടി ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയില്ല ബഹുമാനവും ഞാൻ കൊടുക്കുകയാണ്. ഈ മറ്റൊരു കാര്യം, ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിന് കത്തയക്കുന്ന നടപടികൾ എന്തെങ്കിലും പൂർത്തിയായിട്ടുണ്ടോ? അത് ആയിട്ടില്ല. ആവും പത്രക്കാരെ വിളിച്ച് പറയും. ഇന്ന് അയക്കുന്നുണ്ടോ കത്ത്? അല്ല, ആവും പത്രക്കാരെ വിളിച്ച് പറയും. എവിടെ ചർച്ചയൊന്നും വെച്ചിട്ടില്ല. ഇല്ല, SSK ഫണ്ടും PM ശ്രീ ഫണ്ടുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ല. 10-ാം തീയതി മറ്റോ സ്റ്റാൻസ് പദ്ധതിയുടെ ഒരു അവർ ഡൽഹിയിൽ വിളിച്ചിട്ടുണ്ട്. 10-ാം തീയതി 9-ാം തീയതി ആണെന്ന് എനിക്ക് തോന്നുന്നു. ഈ PM ശ്രീ പദ്ധതിയുടെ ഭാവി ഇനി എന്താണ്? അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആശയക്കുഴപ്പമൊക്കെ നീങ്ങിയോ? അതിനകത്ത് ഇനി മുമ്പോട്ട് എന്താണ്? അല്ല, അത് നിയമസഭ, അത് ക്യാബിനറ്റിന്റെ സബ് കമ്മിറ്റി വെച്ചേക്കാണല്ലോ. ആ ക്യാബിനറ്റ് സബ് കമ്മിറ്റി കൂടി തീരുമാനിച്ച ശേഷം നമുക്ക് അതിന്റെ ഭാവി നിശ്ചയിക്കാം.